ഭയങ്കര സംഭവമാണ്. കാരണം ഇൻഷുറൻസ് നമുക്ക് ആർ സി ബുക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇൻഷുറൻസിലെ പേര് മാറ്റാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രൂഫാണ് ഈ പറയുന്ന ആർ സി ബുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്, ആർ സി ബുക്ക് കിട്ടിയില്ല, എൻ്റെ ഇൻഷുറൻസ് 4 ദിവസം കൂടെ കഴിഞ്ഞാൽ തീരും, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് തീർന്നോട്ടെ, ആർ സി ബുക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഇൻഷുറൻസ് റിന്യൂ ചെയ്താൽ മതിയോ? ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം എവിടെയെങ്കിലും ചെന്ന് തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ക്ലെയിമും കിട്ടത്തില്ല. നമുക്കൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് എന്ത് കാശ് പോകുന്നു നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചു. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുന്ന സമയത്ത് പലരും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ മേടിക്കാവുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചു, അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഏകദേശം 1 മാസം കഴിഞ്ഞ് തീരുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ പേര് മാറ്റുക മാത്രമല്ല, ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പേര് മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഏകദേശം 1 മാസം കൂടെ നമുക്ക് കാലാവധിയുള്ളൂ. അതായത് നെക്സ്റ്റ് മന്ത് നമ്മുടെ ഇൻഷുറൻസ് തീരുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യം വാഹനം വിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു വാഹനം മേടിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കും, നമ്മുടെ പേരിലോട്ട് മാറ്റും. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് പേരിലോട്ട് മാറ്റി കിട്ടാൻ കുറച്ച് ഡിലേ വരുന്നുണ്ട്. ചിലർക്ക് എനിക്ക് തോന്നുന്നൊരു 6 മാസമായിട്ട് പോലും ആർ സി ബുക്ക് കിട്ടിയിട്ടില്ലാത്തൊക്കെ കുറേ ഡിലേസ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആർ സി ബുക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനം മേടിച്ചു ആർ സി ബുക്ക് കിട്ടിയില്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ പേര് മാറ്റാൻ എങ്ങനെ കൊടുക്കും? ഇതൊരു ഭയങ്കര സംഭവമാണ്. കാരണം ഇൻഷുറൻസ് നമുക്ക് ആർ സി ബുക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇൻഷുറൻസിലെ പേര് മാറ്റാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രൂഫാണ് ഈ പറയുന്ന ആർ സി ബുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്, ആർ സി ബുക്ക് കിട്ടിയില്ല, എൻ്റെ ഇൻഷുറൻസ് 4 ദിവസം കൂടെ കഴിഞ്ഞാൽ തീരും, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് തീർന്നോട്ടെ, ആർ സി ബുക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഇൻഷുറൻസ് റിന്യൂ ചെയ്താൽ മതിയോ? ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം എവിടെയെങ്കിലും ചെന്ന് തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ക്ലെയിമും കിട്ടത്തില്ല. നമുക്കൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് എന്ത് കാശ് പോകുന്നു നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു പുതിയ വാഹനം എടുത്തു, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു, ഈ വാഹനം എടുത്ത് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ ഏതായാലും ആർ സി ബുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമുക്കൊരു അക്നോളജ്മെൻറ്റ് കിട്ടും, ഒരു സ്ലിപ്പ് കിട്ടും. അതായത് കൊടുത്തു സബ്മിറ്റ് ചെയ്തതിൻ്റെ എല്ലാം, പൈസ അടച്ചതിൻ്റെ എല്ലാം റെസീറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു റെസീറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പ്രൂഫ്. അതായത് നമ്മളിത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് തന്നെയാണ്. ഈ ഒരു റെസീറ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ്, അതായത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത വാഹനത്തിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ സാധിക്കും. അതും നമ്മുടെ പേരിൽ തന്നെ, അതായത് നമ്മുടെ ഐ ഡി പ്രൂഫിൽ തന്നെ നമ്മുടെ പേരിൽ തന്നെ നമുക്ക് ആ ഇൻഷുറൻസ് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സംശയം ആർക്കും പാടില്ല. എങ്ങനെയാണെങ്കിലും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആർ സി ബുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ കിട്ടുന്ന അക്നോളജ്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ആ ഒരു അക്നോളജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ കൊടുത്ത ആ പേപ്പർ, അതായത് പൈസ അടച്ചത്, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പൈസ അടച്ചതിൻ്റെ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കാണും. ആ സ്ലിപ്പുമായിട്ട് നമുക്ക് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ പേരിലോട്ട് ആ ഇൻഷുറൻസ് മാറ്റി തരുന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യവും വരുന്നില്ല. വാഹനം നമ്മുടെ പേരിലുമായിരിക്കും, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്, ഉറപ്പായിട്ടും കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്തോണം. കാരണം ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ ആർ സി ബുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് ഇൻഷുറൻസ് മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു അബദ്ധത്തിലോട്ട് ചെന്ന് ചാടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.